ദക്ഷിണ നെവാഡയിലെ ഗ്രൂം ലേക്കിൽ സജ്ജമാക്കിയിട്ടുള്ള അതീവ സുരക്ഷാ മേഖലയാണ് ഏരിയ 51. കാലിഫോർണിയയിലെ എഡ്വാർഡ്സ് എയർഫോഴ്സ് ബേസാണ് ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. 1950 മുതൽ 1990 വരെ US ആണവായുധ പരീക്ഷണങ്ങൾ നടത്തിയിരുന്ന നെവാഡ ടെസ്റ്റ് സൈറ്റ്, നെവാഡ ടെസ്റ്റ് ആൻഡ് ട്രെയിനിങ് റേഞ്ച് എന്നീ നിയന്ത്രിത സൈനിക മേഖലയ്ക്ക് സമീപമാണ് ഏരിയ 51. പ്രദേശമാകെ 29 ലക്ഷം ഏക്കറിലധികം വരുമെന്നാണ് റിപ്പോർട്ടുകൾ. ശീതയുദ്ധകാലത്താണ് ഏരിയ 51 സൃഷ്ടിക്കപ്പെട്ടത്. പുതിയ പോർവിമാനങ്ങൾ വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തിരുന്നത് ഇവിടെയായിരുന്നു. 1955 പ്രവർത്തനം തുടങ്ങിയെങ്കിലും 2013 ഓഗസ്റ്റിൽ മാത്രമാണ് CIA ഔദ്യോഗികമായി ഇക്കാര്യം ലോകത്തോട് സമ്മതിച്ചത്. ഏരിയ 51ന്റെ അതീവ രഹസ്യ സ്വഭാവം തന്നെയാണ് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് കാരണം. 1947 ന്യൂ മെക്സിക്കോയിലെ റോസ്വെല്ലിൽ കണ്ടെത്തിയ ചില അവശിഷ്ടങ്ങളും അത് സംബന്ധിച്ച ആദ്യ വാർത്തകളുമാണ് അതിനെല്ലാം അടിസ്ഥാനം. ചില ലോഹ റബ്ബർ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ US സൈന്യം പറക്കം തളിക എന്ന തരത്തിലൊരു പ്രതികരണം നടത്തി. അത് അന്തർദേശീയ തലത്തിൽ വലിയ വാർത്തയായി. അതോടെ തകർന്നടിഞ്ഞത് അന്യഗ്രഹ ജീവികളുടെ ബഹിരാകാശ പേടകമാണെന്ന വാദം ഉയർന്നു വന്നു. പേടകത്തിൻ്റെയും അതിനെ നിയന്ത്രിച്ചിരുന്ന അന്യഗ്രഹ ജീവികളുടെയും ശേഷിപ്പുകൾ ഏരിയ 51 ഉണ്ടെന്നും തുടർ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടെന്നുമാണ് വാദം.